അപ്പൊ നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് ആ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്ന ദിവസമാണ് എക്സാം, ഏത് എക്സാം ആണ് ഫസ്റ്റ് വരുന്നത്. സോ ഒഫീഷ്യലി നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഫസ്റ്റ് നിങ്ങളിലേക്ക് എന്നും എത്തിക്കുന്നത് ഏകൻ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. യെസ്, ഇതുപോലത്തെ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് ഏകൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അത് മാത്രമല്ല ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ 9-ാം തീയതി പ്രതീക്ഷിച്ച എക്സാം 9-ാം തീയതി അല്ല ക്രിസ്മസ്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഡിസംബർ 9-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിലൊരു ട്വിസ്റ്റ് തന്നെയുണ്ട്. നമുക്ക് ടൈം ടേബിൾ നോക്കാം. യെസ്, നമ്മുടെ ടൈം ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 11-ാം തീയതിയാണ്. 11-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം അവസാനിക്കുന്നത് 19-നാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 11-ന് സ്റ്റാർട്ട് ചെയ്തു 19-ന് അവസാനിക്കുകയാണ്. ഇവരുടെ ഈ ദിവസങ്ങളുടെ ഇടയിൽ നമുക്ക് എന്തില്ല, എക്സ്ട്രാ ലീവുകൾ ഒന്നുമില്ല. നമുക്കൊരു വീക്കെൻഡ് മാത്രമേ വരുന്നുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ലീവും ഇല്ല. ശനി ഞായർ മാത്രമേ ലീവ് ഉള്ളൂ. പല എക്സാംസ് നമുക്ക് ഇടയിലൊക്കെ നമുക്ക് ലീവ് കിട്ടാറുണ്ട്, ഗ്യാപ്പ് വരാറുണ്ട്. സോ ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ ആദ്യമേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക തന്നെ വേണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല എക്സാംസ് അടുത്തടുത്തടുത്ത് ഒരേ ദിവസം തന്നെ രണ്ട് എക്സാം, അതെ 2 സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ എക്സാം വരുന്നത് 11-ാം തീയതിയാണ്. ബുധനാഴ്ചയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്ജക്ട് മാത്സ് ആണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 12:45 വരെയാണ്. മാത്സ് കേൾക്കുമ്പോൾ നമുക്കൊരു തുടക്കം തന്നെ മാത്സ് ആണ്. സ്റ്റാർട്ടിംഗ് എക്സാം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സബ്ജക്ട് തന്നെയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തീർന്നു എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം. സാധാരണ ഒരു ലാംഗ്വേജിന്റെ കംഫർട്ടിലാണ് നമ്മൾ ഇത് തുടങ്ങാറുള്ളത്. പക്ഷെ ഇത്തവണ നമ്മുടെ ഇംഗ്ലീഷിനും മലയാളത്തിനും അതുപോലെ തന്നെ ഹിന്ദിക്കും ഒന്നും ചാൻസ് കൊടുക്കാതെ മാത്സിലേക്കാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. സോ 11-ാം തീയതി മാത്സ് ആണ്, രാവിലെയാണ് എക്സാം വരുന്നത്. അത് കഴിഞ്ഞ് 12-ാം തീയതി നമുക്ക് 10 മണി to 12:45 തന്നെയാണ് ടൈം. ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. ഫോർനൂൺ ആണ്, രാവിലെയാണ് എക്സാം ഉള്ളത്. ഇനി നമുക്ക് 13-ാം തീയതി നോക്കാം. 11, 12, 13 അടുത്തടുത്ത ദിവസങ്ങൾ തന്നെയാണ്. 13-ാം തീയതി ഫ്രൈഡേ നമുക്ക് 2 പരീക്ഷ വരുന്നുണ്ട്. നമുക്ക് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടും നമുക്ക് കവർ ചെയ്തിട്ട് ഒരുപാട് എഴുതേണ്ട സബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്, ഇവിടെയുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സും നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓണം എക്സാമിൽ തന്നെ ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞത് അതേപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏകന്റെ ചാനൽ ഫോളോ ചെയ്യാം. ഇനി അടുത്തത് എന്താണ്, നമുക്ക് 13 കഴിഞ്ഞു കഴിഞ്ഞാൽ 14, 15 നമുക്ക് ലീവാണ്. ശനിയും ഞായറും മാത്രമേ നമുക്ക് ലീവ് അവിടെ കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ 16-ാം തീയതി അഗൈൻ നമുക്ക് 2 എക്സാംസ് ഉണ്ട്. നമുക്ക് ഹിന്ദി ഉണ്ട് രാവിലെ 10 തൊട്ട് 11:45 വരെ. ആൻഡ് ഉച്ചയ്ക്ക് നമുക്ക് ബയോളജി ഉണ്ട് 1:30 തൊട്ട് 3:15 വരെ. നമുക്ക് 2 എക്സാം, ഹിന്ദിയും നമുക്ക് ആദ്യം എഴുതാനുണ്ട്, അതിനുശേഷം നമുക്ക് ബയോളജി എഴുതാനുണ്ട്. സോ ശനി ഞായറും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് തിങ്കളാഴ്ചയാണ്. 2 എക്സാംസ് ആണ്. സോ നിങ്ങൾ ടൈമും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതിലൊരു ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു മുന്നേറുക. ഇനി 17-ാം തീയതി ട്യൂസ്ഡേ നമുക്ക് വരുന്നത് ഫിസിക്സ് ആണ്. ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 11:45 വരെയാണ് നമുക്ക് സമയം വരുന്നത്. അത് കഴിഞ്ഞ് വെൻസ്ഡേ 18-ാം തീയതി നമുക്ക് കെമിസ്ട്രിയുടെ എക്സാം ആണ്. 10 തൊട്ട് 12:45 വരെ. 10 തൊട്ട് 11:45 തന്നെയാണ്. 11:45 ഫിസിക്സിനും കെമിസ്ട്രിക്കും നമുക്ക് ഒരേ ടൈമിംഗ് തന്നെയാണല്ലോ. 10 മണി മുതൽ 11:45 വരെയാണ് ടൈം വരുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുക. 10 തൊട്ട് 11:45 വരെയാണ് കെമിസ്ട്രിയുടെ എക്സാം. ഇനി നമ്മുടെ 19-ാം തീയതി എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എക്സാം രാവിലെയാണ് പരീക്ഷ. രാവിലെ 10 മണിക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനത്തേക്ക് പരീക്ഷ തലേന്ന് പഠിക്കാന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ആരും മാറ്റി വെക്കരുത്. ബിക്കോസ് നമുക്ക് ഇടയിൽ ഒന്നും എന്തില്ല, ലീവുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽക്ക് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുക കേട്ടോ. അത് മാത്രമല്ല ഇപ്പൊ മുതൽ നിങ്ങൾ ആ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. അപ്പോൾ ഏകന്റെ ഫുൾ ഫാക്കൽറ്റീസിന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ഈ എക്സാം ഓരോരോ സബ്ജക്റ്റിൽ എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ എക്സാം ടൈം ടേബിൾ പ്രകാരമുള്ള ഒരു ലൈവ് ക്ലാസ്സുകൾ
നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. കംപ്ലീറ്റ് പോർഷൻസും കംപ്ലീറ്റ് കോൺസെപ്റ്റ്സും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള റിവിഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏകന്റെ ഈ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. അത് മാത്രമല്ല എല്ലാ ലൈവും കാണാം. അത് നിങ്ങൾ അറിയുള്ളൂ നമ്മുടെ ക്ലാസ്സസ് ഇന്ന സമയത്ത് ഇവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്യുക. കാരണം അറിയാത്ത ഒരുപാട് പേരുടെ ഇപ്പം വന്ന ന്യൂവസ്റ്റ് അപ്ഡേറ്റ് ആണ്. അത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് പറയടാ ഡേറ്റ് വന്നടാ, പഠിച്ചു തുടങ്ങിക്കോ, ഇനി നമുക്കൊരു സമയമില്ല. അത് മാത്രമല്ല ഇനി മുതലുള്ള എല്ലാ ലൈവും മിസ് ചെയ്യാതെ കാണാം. കാരണം ഇനിയുള്ള ലൈവ് ഒക്കെ ക്രൂഷ്യൽ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നും മിസ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാം നമ്മുടെ മക്കൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും എക്സാം നടന്നിട്ടില്ലെങ്കിൽ ആ എക്സാം നിങ്ങൾക്ക് 20-ാം തീയതിക്കായിരിക്കും കേട്ടോ. ഡിസംബർ 20-നായിരിക്കും ആ ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. എന്തെങ്കിലും ഒഫീഷ്യൽ ഹോളിഡേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എക്സാം നേരെ 20-ാം തീയതി ആയിരിക്കും നടത്തുന്നുണ്ടാവുക. അപ്പൊ അതും പ്രതീക്ഷിച്ച് നമുക്ക് ദിവസങ്ങൾ കിട്ടുന്നുള്ളത് പ്രതീക്ഷ വേണ്ട. 19th കഴിഞ്ഞാൽ പിന്നെയുള്ളത് 20th തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നിമിഷം മുതൽ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.